എല്ലാവർക്കും മഞ്ജൂസ് ഡയറി ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കുട്ടികൾക്കൊക്കെ വളരെയായിട്ട് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന ഉണ്ണിയപ്പത്തിൻ്റെ അതേ രുചിയുള്ള ഒരു ബനാന ബാൾസാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ചെറുപഴമാണ് നല്ലത്. അപ്പോൾ എൻ്റെ ഈ ചെറുപഴം ഇല്ലാതെ ഞാൻ പഴുത്ത ഏത്തയ്ക്ക വെച്ച് ഞാൻ ട്രൈ ചെയ്തു, പക്ഷേ വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഒരു പഴുത്ത ഏത്തയ്ക്കയാണ്. അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിലൊന്ന് അടിച്ചെടുത്താണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഏലക്ക പൊടിക്കാൻ വേണ്ടി ഇത് എല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 3 അല്ലി ഏലക്ക ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് ഒന്നുകൂടെ അടിച്ച് മിക്സ് ചെയ്ത് എടുക്കാം. അത് നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വേറൊരു ബൗളിനകത്ത് ഞാൻ 3 ടേബിൾ സ്പൂണ്, അതായത് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദയുടെ കൂടെ ഞാൻ ഈ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിലെ അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് ചേർക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയെ ചേർത്തിട്ടുണ്ട്. തേങ്ങ വലിയ പീസായിട്ട് അത് തിരുമ്മി കിട്ടുന്നെങ്കിൽ ഇതാ മിക്സിയിൽ ഒന്ന് പൾസ് മോടി ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊന്ന് സോഫ്റ്റാക്കി കിട്ടും. അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കട്ടി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ, മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ബാറ്റർ കട്ടി കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് 1-2 ചെറിയ സ്പൂണ് പാലൊഴിക്കാവുന്നതാണ്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ എണ്ണ ഒഴിച്ചൊരു കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണെങ്കിൽ അതായാലും മതി. കഴിയുമ്പോൾ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചാലും നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അതിനകത്തോട്ട് ഇത് ഓരോ സ്കൂപ്പ് നമുക്ക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബോൾസ് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ബ്രൗൺ നിറം ആവുന്നിടം വരെ മൂപ്പിച്ച് നമുക്ക് വറുത്ത് കോരാവുന്നതാണ്. ഏകദേശം ഉണ്ണിയപ്പത്തിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് മതി നമുക്കിത് തയ്യാറാക്കാൻ. ഗസ്റ്റൊക്കെ വരുവാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് സ്നാക്സ് എന്തെങ്കിലും വേണമെന്ന് പറയുകയാണെങ്കിലോ നമുക്ക് പെട്ടെന്ന് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അധികം ഇൻഗ്രീഡിയൻസും ഇല്ലല്ലോ ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അത് മാത്രമല്ല ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അവരോട് ഇതൊക്കെ ട്രൈ ചെയ്യാമല്ലോ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻറ്റ്സ് ബോക്സിൽ വന്ന് അറിയിക്കണം. അപ്പോൾ വേറൊരു നല്ല റെസിപ്പിയായിട്ടോ അല്ലെങ്കിൽ ഒരു പെയിൻറ്റിങ്ങോ ടിപ്സോ ഒക്കെ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. ദിസ് ഈസ് ബൈ ഫ്രം മഞ്ജൂസ്. ടേക്ക് കെയർ.